നമസ്കാരം. ജ്യോതിശാസ്ത്രത്തെയും ജ്യോതിഷത്തെയും പരിചയപ്പെടുത്തുന്ന ഈ പഠന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആദ്യമായി നമുക്ക് നമ്മുടെ ആകാശത്തെ ഒന്ന് പരിചയപ്പെടാം. ആകാശം കാണാത്തവരായി ആരും ഉണ്ടാകില്ല. എല്ലാവരും ആകാശം കണ്ടിട്ടുണ്ട്. ഭൂമിയെ പൊതിഞ്ഞ് ഒരു ഗോളം പോലെയാണ് ആകാശം കാണപ്പെടുന്നത്. നമ്മൾ ഒരു സമയം നിരീക്ഷിക്കുമ്പോൾ, നമ്മൾ ഒരു സമയം നോക്കുമ്പോൾ നമുക്കതിൻ്റെ പകുതി ഭാഗമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ ആകാശത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? പകൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യനെ കാണാം. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചന്ദ്രനെയും പകല് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഏറ്റവും അധികം കാഴ്ചകൾ സമ്മാനിക്കുന്നത് രാത്രി ആകാശമാണ്. രാത്രി ആകാശത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാം, ചന്ദ്രനെ കാണാം, ഗ്രഹങ്ങളെ കാണാം, വാൽനക്ഷത്രങ്ങളെ കാണാം. അങ്ങനെ നമുക്ക് ധാരാളം വസ്തുക്കളെ രാത്രി ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു സമയം നോക്കുകയാണെങ്കിൽ എത്ര നക്ഷത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ എന്ന് നമുക്ക് മനസ്സിൽ തോന്നും. എങ്കിലും ഒരു തവണ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ തെളിഞ്ഞ ആകാശത്ത്, അതായത് മേഘങ്ങളൊന്നുമില്ലാത്ത ഒരാകാശത്ത്, നിലാവില്ലാത്ത ഒരാകാശത്താണ് നമുക്ക് പരമാവധി നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത്. അത്തരം ഒരു ആകാശത്തിൽ നമുക്ക് ഏകദേശം ഒരു 3500 നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ നല്ല തിളക്കമുള്ളതും അല്ലെങ്കിൽ പ്രഭയുള്ളത്, വലിയതെന്ന് നമുക്ക് തോന്നുന്ന നക്ഷത്രങ്ങൾ 500-നടുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ രാത്രി മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ കൂടുതൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ഒരു 6000-ഓളം നക്ഷത്രങ്ങളെ ഒരു രാത്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ്? കാരണം സമയം കഴിയും തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാവുകയും പുതിയ ചില നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ നമുക്കൊരു 6000-ഓളം നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. നമ്മൾ ഒരു വർഷം മുഴുവൻ നിരീക്ഷിച്ചാൽ നമുക്ക് 10,000-ലധികം നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളിൽ ചിലതിനെ നാളെ കാണാതാവും. പക്ഷെ ഇന്ന് കാണാതിരുന്ന ചില നക്ഷത്രങ്ങളെ നാളെ കാണാനും സാധിക്കും. അപ്പം നമ്മൾ വർഷം മുഴുവൻ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ നമുക്ക് 10,000-ഓളം, ഏകദേശം 10,000-നടുത്ത് നക്ഷത്രങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരു സാധാരണ അനുഭവത്തിൽ നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് തോന്നാറില്ല. എന്നാൽ നമ്മൾ ഒരു നക്ഷത്രത്തെ ആകാശത്ത് അടയാളപ്പെടുത്തി നോക്കി വെക്കുകയും, എങ്ങനെ നോക്കി വെക്കാൻ കഴിയും? നമ്മൾ ഇപ്പോൾ സന്ധ്യയ്ക്ക് കിഴക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല തെളിച്ചമുള്ള ഒരു ചുവപ്പ് നിറമുള്ള നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ. അതിനെ തിരിച്ചറിയാനായി അതിൻ്റെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങളും ഈ നക്ഷത്രവുമായി ഒരു പാറ്റേൺ സങ്കല്പിച്ചുകൊണ്ട് ഈ നക്ഷത്രത്തെ നമ്മൾ നോക്കി വെക്കുകയും ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും ഈ നക്ഷത്രം കിഴക്ക് നിന്നും അല്പാൽപ്പം മുകളിലേക്ക് പൊങ്ങി വരുന്നതായി നമുക്ക് മനസ്സിലാകും. ഈ നക്ഷത്രം മാത്രമല്ല, ഈ നക്ഷത്രത്തോടൊപ്പം നിൽക്കുന്ന മറ്റെല്ലാ നക്ഷത്രങ്ങളും ഇതേപോലെ മുകളിലേക്ക് പൊങ്ങി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ നക്ഷത്രം മുകളിലേക്ക് പൊങ്ങി പോകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ചക്രവാളത്തോട് ചേർന്ന് പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആകാശം ഭൂമിയിൽ വന്ന് തൊടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്ന ഭാഗമാണ് ചക്രവാളം. അപ്പോൾ കിഴക്കേ ചക്രവാളത്തിൽ നമ്മൾ രാത്രിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു വരുന്നതായും അവിടെ മുമ്പുണ്ടായിരുന്ന നക്ഷത്രങ്ങൾ മുകളിലേക്ക് പോകുന്നതായും നമുക്ക് അനുഭവപ്പെടും. ഇത് അറിയണമെങ്കിൽ നമ്മൾ കുറേ നേരം, മണിക്കൂറുകളോളം നോക്കിയിരിക്കേണ്ടി വരും. ഇതേപോലെ തന്നെ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള നക്ഷത്രങ്ങൾ ക്രമേണ ആ ചക്രവാളത്തിൽ നിന്ന് താഴോട്ടിറങ്ങി അസ്തമിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെ നക്ഷത്രങ്ങളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്.
നക്ഷത്രങ്ങൾ മാത്രമല്ല, ചന്ദ്രനും ഇതേപോലെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അതറിയാൻ നമ്മൾ ചന്ദ്രനെ കുറേ മണിക്കൂറുകൾ നോക്കി നിന്നാൽ ചന്ദ്രന്റെ സ്ഥാനം എപ്പോഴും കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് നീങ്ങി നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നക്ഷത്രങ്ങളും ചന്ദ്രനുമൊക്കെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്? അതിന്റെ കാരണം ഭൂമി 24 മണിക്കൂറും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഭൂമി നിരന്തരം പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ പിറകിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ ചുറ്റുമുള്ള വസ്തുക്കൾ വടക്ക് നിന്നും തെക്കോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ ഭൂമി എന്ന് പറയുന്ന ഒരു വലിയ വാഹനത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ വലിയ വാഹനം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് വിദൂരതയിൽ ആകാശത്തുള്ള വസ്തുക്കൾ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സൂര്യനും അങ്ങനെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ സൂര്യന്റെ ഭൂമിയുമായുള്ള ആപേക്ഷിക സ്ഥാനത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. നക്ഷത്രങ്ങളും അതുപോലെ തന്നെ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് നക്ഷത്രങ്ങൾ നീങ്ങി പോകുമ്പോൾ പുതിയ പുതിയ നക്ഷത്രങ്ങൾ അവിടെ ഉദിച്ചു വരുന്നതായും പടിഞ്ഞാറെത്തിയ നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ചന്ദ്രനും ഇതുപോലെ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിലുള്ള വ്യത്യാസം, സൂര്യൻ എല്ലാ ദിവസവും പകൽ തുടങ്ങുന്ന പ്രഭാതത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത്, സന്ധ്യയ്ക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്. എന്നാൽ നക്ഷത്രങ്ങളും ചന്ദ്രനുമൊക്കെ ദിവസത്തിന്റെ പല പല സമയങ്ങളിലാണ് ഉദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നുദിച്ച സമയത്ത് തന്നെ അവ നാളെ ഉദിക്കുകയോ ഇന്ന് അസ്തമിച്ച സമയത്ത് തന്നെ അവ നാളെ അസ്തമിക്കുകയോ ചെയ്യാറില്ല. സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ, അതുപോലെ തന്നെ ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ, നക്ഷത്രങ്ങളുടെ ഉദയാസ്തമയങ്ങൾ എന്നിവയെല്ലാം വളരെ പുരാതന കാലത്ത് തന്നെ മനുഷ്യൻ നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. ഇതുകൊണ്ട് ഒന്നിലധികം പ്രയോജനങ്ങളുണ്ടായിരുന്നു. ഒരു പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് രാത്രിയിൽ സമയം മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അന്ന് വാച്ചോ ക്ലോക്കോ ഒന്നും ഇല്ലാതിരിക്കുന്ന കാലമാണ്. രാത്രിയിൽ സമയം അറിയുന്നതിന് വേറെ മാർഗമൊന്നുമില്ല. പകലാണെങ്കിൽ സൂര്യന്റെ സ്ഥാനം നോക്കി നിഴല് നോക്കിയൊക്കെ സമയം മനസ്സിലാക്കാം. പക്ഷേ 3000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 5000 കൊല്ലം മുമ്പുള്ള മനുഷ്യന് രാത്രിയിൽ സമയം മനസ്സിലാക്കാൻ വേറെ ഉപകരണങ്ങളൊന്നുമില്ല. അവരെന്താണ് ചെയ്തത്? അവർ സന്ധ്യയ്ക്ക് കിഴക്കുദിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ നോക്കി വെക്കും. ആ നക്ഷത്രം ക്രമേണ നീങ്ങി നീങ്ങി തലയ്ക്ക് മുകളിൽ വരുമ്പോൾ അർദ്ധരാത്രിയായി എന്ന് അവർക്ക് മനസ്സിലാവും. ഇതേ നക്ഷത്രം പടിഞ്ഞാറ് അസ്തമിക്കാറാകുമ്പോൾ പുലർകാലമാകാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. ഈ നക്ഷത്രത്തിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ എത്രയാണ് സമയം എന്ന് അറിയുന്നതിന് ആകാശത്തേക്ക് നോക്കിയാൽ മതി. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ആകാശ നിരീക്ഷണം നടത്തുന്ന നമ്മൾ ഒരു ദിവസം തലയ്ക്ക് മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളെ നോക്കി വെച്ചാൽ അവയെ നമ്മൾ അടുത്ത മാസം അതേ സമയം നോക്കുകയാണെങ്കിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം പടിഞ്ഞാറേക്ക് നീങ്ങിയതായാണ് കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മാസം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങൾ അല്പം പടിഞ്ഞാറോട്ട് നീങ്ങുകയും എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ പുതിയ കുറച്ച് നക്ഷത്രങ്ങൾ വന്ന് നിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെയാണ് നിരീക്ഷണം നടത്തുന്നതെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെ അല്ല അടുത്ത മാസം സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ കാണുന്നത്. ഇന്ന് സൂര്യോദയത്തിന് മുമ്പ് കാണുന്ന നക്ഷത്രങ്ങളെ അടുത്ത മാസം സൂര്യോദയത്തിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ന് സൂര്യോദയത്തിന് മുമ്പ് കാണുന്ന നക്ഷത്രങ്ങളെ അടുത്ത വർഷം സൂര്യോദയത്തിന് മുമ്പ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളെ വീണ്ടും നമ്മുടെ തലയ്ക്ക് മുകളിൽ സന്ധ്യയ്ക്ക് കാണണമെങ്കിൽ 1 വർഷം കഴിയും. അതായത് നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനമാറ്റം ഓരോ വർഷവും ആവർത്തിച്ച് വരുന്നു എന്ന് അർത്ഥം.
ഇങ്ങനെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ മുഴുവൻ നമ്മൾ പരിചയപ്പെട്ടു വെച്ചാൽ ഒരു പ്രത്യേക സമയത്ത് ഏത് നക്ഷത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ മാസം ഏതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥ ഏതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം കിഴക്ക് പുലർച്ചെ ഉദിച്ചു വരുന്ന സമയമാണ് മഴ നമുക്ക് ധാരാളമായി കിട്ടുന്നത്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രം ഉദിക്കാറാകുമ്പോൾ നമുക്ക് മഴക്കാലമായി എന്ന് ഉറപ്പിക്കാം. നമുക്ക് സന്ധ്യയ്ക്ക് സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രം കിഴക്ക് ഉദിച്ചു വരുന്ന സമയമാണ് തണുപ്പ് കാലം. തണുപ്പ് കാലം ആകുന്നുണ്ടോ എന്ന് അറിയുന്നതിന്, അല്ലെങ്കിൽ ഇനി എത്ര നാൾ കഴിയുമ്പോൾ തണുപ്പ് കാലം വരാം എന്ന് അറിയുന്നതിന്, വെള്ളപ്പൊക്ക കാലം ആകുന്നോ എന്നറിയുന്നതിന്, അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നറിയുന്നതിന്, മഴക്കാലം എന്ന് വരും എന്നറിയുന്നതിന് ഒക്കെ കലണ്ടർ ഇല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് ഈ നക്ഷത്രങ്ങളെ ആണ്. നക്ഷത്രങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അവ ചില പ്രത്യേക പാറ്റേണുകളിലാണ് കാണുന്നത്. ഈ പാറ്റേണുകൾ വ്യത്യാസപ്പെടാറില്ല. നക്ഷത്രങ്ങൾ ഒന്നാകെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കും. ഓരോ ദിവസവും അത് ഉദിക്കുന്നതിന്റെ സമയം വ്യത്യാസപ്പെടും. പക്ഷെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പാറ്റേണുകൾ ഒരിക്കലും വ്യത്യാസപ്പെടുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ആ ഒരു കൂട്ടം നക്ഷത്രങ്ങൾ ഒരു മീനിന്റെ ആകൃതിയിലാണ് നമുക്ക് തോന്നുന്നത് എന്ന് കരുതുക. ആ മീനിന്റെ കണ്ണിന്റെ ഭാഗത്ത് ഒരു നക്ഷത്രമുണ്ട്, അതിന്റെ ചിറകിന്റെ ഭാഗത്ത് ഒരു നക്ഷത്രമുണ്ട്, വാലിന്റെ ഭാഗത്ത് ഒരു നക്ഷത്രമുണ്ട്. നമ്മൾ എത്ര വർഷങ്ങൾ നിരീക്ഷിച്ചാലും ഈ നക്ഷത്രങ്ങൾ തമ്മിൽ അകലുകയോ തമ്മിൽ അടുത്ത് വരികയോ ചെയ്യുന്നില്ല. ഇതിന്റെ വാലിന്റെ ഭാഗത്തുള്ള നക്ഷത്രവും കണ്ണിന്റെ ഭാഗത്തുള്ള നക്ഷത്രവും ചേർത്താൽ നമുക്ക് തെക്ക് വടക്ക് ദിശ കിട്ടുമെങ്കിൽ അത് ഏത് സമയത്ത് നമ്മൾ അതിനെ നോക്കി അങ്ങനെ ഒരു വര സങ്കല്പിച്ചാലും അത് തെക്ക് വടക്ക് ദിശയിൽ തന്നെ ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്രഗണത്തിന്റെ വാളിന്റെ ഭാഗത്തുള്ള നക്ഷത്രങ്ങളും അതിന്റെ തലഭാഗത്തുള്ള നക്ഷത്രങ്ങളും ചേർത്ത് ഒരു വര സങ്കല്പിച്ചാൽ ആ വര നമുക്ക് തെക്ക് വടക്ക് ദിശ കാണിച്ചു തരും. വേട്ടക്കാരൻ ഉദിച്ചു വരുന്നത് ഏത് സമയത്തായാലും, നമ്മൾ തന്നെ നിരീക്ഷിക്കുന്നത് ഏത് സമയത്തായാലും, അതിന്റെ സ്ഥാനം ഏത് ഭാഗത്തായാൽ തന്നെയും ഈ ഒരു വര എന്ന് പറയുന്നത് തെക്ക് വടക്ക് ദിശയിൽ ആയിരിക്കും. അപ്പോൾ രാത്രിയിൽ സഞ്ചരിക്കുന്നവർക്ക്, കപ്പലിൽ സഞ്ചരിക്കുന്നവർക്ക്, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ മറ്റു തരത്തിൽ ദിശ മനസ്സിലാക്കാൻ യാതൊരു ഉപാധിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ദിശ മനസ്സിലാക്കാൻ ഈ നക്ഷത്ര കൂട്ടങ്ങളെ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടാണ് വളരെ പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ ആകാശം നിരീക്ഷിച്ചിരുന്നത് എന്ന് ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ നിരീക്ഷണം, മനുഷ്യന്റെ ഈ പ്രാഥമികമായിട്ടുള്ള ആകാശ നിരീക്ഷണം വളർന്ന് എങ്ങനെയാണ് ഒരു ശാസ്ത്ര ശാഖയായി വളർന്നത് എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നമസ്കാരം.